ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 12ാം പാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ലോങ് വെക്കേഷന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, മറ്റ് ഹോളിഡേയ്സ് എല്ലാവരും വേണ്ടവണ്ണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സ്വീകരിക്കുന്ന വാക്കുകളെക്കുറിച്ചാണ്. അങ്ങനെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സ്വീകരിക്കുന്ന വാക്കുകളെ ലോൺ വേർഡ്സ് എന്നാണ് പറയുന്നത്. LOANWORDS, ലോൺ വേർഡ്സ്. ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ഉദാഹരണങ്ങളായിട്ട് ഇവിടെ പറയുകയാണ്. ബനാന, അത് വെസ്റ്റ് ആഫ്രിക്കൻ വേർഡാണ്. ലെമൺ അറബിക്. കെച്ചപ്പ് ചൈനീസ്. കരോക്കെ ജാപ്പനീസ്. ബാലെ BALLE ഡാൻസ് ഫോം ഫ്രഞ്ച്. പാപ്പരാസി, അതായത് ഫോട്ടോഗ്രാഫേഴ്സിനെ അങ്ങനെ പറയും, ഇറ്റാലിയൻ. കിൻഡർ ഗാർട്ടൻ ജർമ്മൻ. മലയാളത്തിൽ അനേകം വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്നും വന്നവയുണ്ട്. കിച്ചൺ, പ്ലേറ്റ്, ഗ്ലാസ്, ലൈറ്റ്, ബൾബ്, പെൻ, പെൻസിൽ, ടേബിൾ, ചെയർ, ഇതെല്ലാം മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. ദ ലിസ്റ്റ് ഈസ് എൻലെസ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കതെല്ലാം അറിയാം. എന്നാൽ മലയാളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷിലും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയകരമായി തോന്നിയേക്കാം. ആ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ. ഉദാഹരണത്തിന് അണക്കെട്ട്. അണക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡാം. ഈ അണക്കെട്ട് എന്ന വാക്ക് ഇംഗ്ലീഷിലും ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പുതുമയായിരിക്കാം. അണക്കെട്ടെന്നുള്ള വാക്ക് തമിഴിൽ നിന്നും വന്നതാണ്, അണൈക്കട്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ഫോമാണ് ഇവിടെ കാണുന്നത്, ANICUT. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അണക്കെട്ട് തമ്മിൽ. അനിക്കട്ട്. ദിസ് ഈസ് ആൻ ഇംഗ്ലീഷ് വേർഡ്, ANICUT. അടുത്ത് പറയാൻ പോകുന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പുറമ്പോക്ക്. പുറമ്പോക്ക് എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. പുറമ്പോക്ക് ഭൂമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് പുറമ്പോക്ക് തന്നെയാണ്, PORAMBOKE, പുറമ്പോക്ക്. ഗവൺമെൻറ് ലാൻഡാണ് പുറമ്പോക്ക് എന്ന് പറയുന്നത്. മുളക് തണ്ണി. മുളക് തണ്ണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വീടുകളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, ഉച്ചയ്ക്ക് ഊണിന് ഒഴിച്ച് കഴിക്കുന്ന ഒരു കറിയാണ് മുളക് തണ്ണി. പിന്നീട് അത് അറിയപ്പെടുന്നത് രസം എന്നാണ്. ഈ രസത്തിനാണ് മുളക് തണ്ണി എന്ന് പറയുന്നത്. ഈ മുളക് തണ്ണി എന്നുള്ള വാക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് എന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും. മുള്ളിഗിറ്റോണി, മല്ലിഗറ്റോനി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. MULLIGATONY, മല്ലിഗറ്റോനി, മുളക് തണ്ണി.
ആ വാക്ക് അതുപോലെ വായിച്ചാൽ മലയാളത്തിൽ മുളക് തണ്ണീന്നേ വായിക്കുള്ളൂ. അത്തർ, ATTAR എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന മലയാളത്തിൽ അത്തർ പേർഷ്യയിൽ നിന്ന് വന്നാണ്, ഇറാൻ. അറബിക്കിൽ ഇത്തീർ എന്നുള്ള വാക്കാണ് പിന്നീട് അത്തർ എന്നായെന്ന് പറയപ്പെടുന്നു. ബന്ദവസ്, അടച്ചുപൂട്ടി സുരക്ഷിതമായിട്ട് വെക്കുന്നതിനെയാണ് ബന്ദവസ് എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ ഇംഗ്ലീഷിലൊന്ന് ശ്രദ്ധിച്ച്, BANDOBAST, ബാൻഡബസ്റ്റ്, ഹൈ സെക്യൂരിറ്റി എന്നാണ് അർത്ഥം, ബാൻഡബസ്റ്റ്. അത് ഹിന്ദിയിൽ നിന്ന് വന്നതാണ്. അടുത്തത് ബത്ത, സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നതിനാണ് ബത്ത എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഇംഗ്ലീഷിൽ BATTA, ബാറ്റ. വേറൊരു ബാറ്റ ഉണ്ട്, BATA, ചെരുപ്പ് കമ്പനി. ഇത് BATTA, ബാറ്റ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ ബത്ത എന്നും പറയുന്നു. അത് കന്നഡയിൽ നിന്നും വന്നു എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ചുരുട്ട്. ചുരുട്ടെന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ട്. നേരിയ വ്യത്യാസത്തിൽ CHEROT, ചെറൂട്ട്. ഇത് തമിഴ് വാക്കായ കുരുട്ട് എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. എ റോൾ ഓഫ് ടൊബാക്കോ എന്നാണ് എൻ്റെ അർത്ഥം, ചെറൂട്ട്. ഇന്ന് ആരും ഉപയോഗിക്കത്തില്ല ആ വാക്ക്. അത് ഇംഗ്ലീഷിലാണ് പൊതുവെ അറിയപ്പെടുന്നത്, കേത്തൽ. ഇംഗ്ലീഷിൽ KETTLE, കെറ്റിൽ. അതുപോലെ ഇംഗ്ലീഷിലുള്ള വാക്ക് അതുപോലെ മലയാളത്തിലേക്ക് വന്നാൽ കെത്തലിനെ വായിക്കുള്ളൂ. അത് ജർമ്മൻ വേർഡാണ്. അടുത്തത് പാതിരി. പള്ളിയിൽ അച്ഛന്മാരെ പാതിരി എന്ന് പറയും. PADRE എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്, പാതിരി. മലയാളത്തിൽ പാതിരി എന്ന് എഴുതും, ഇംഗ്ലീഷിൽ പാദ്രി. സ്പെയിനിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം. പാപ്പരാകുക എന്നറിയാം. എല്ലാം വസ്തുക്കളെല്ലാം നശിച്ച് പണമില്ലാത്തവനെ പാപ്പരാകുക എന്ന് പറയും. ഇംഗ്ലീഷിലും ഏതാണ്ട് അതിന് തുല്യമായ വാക്കാണ് PAUPER, പോപ്പർ. അത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്, ബ്രിട്ടൻ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാം എന്ന ചിന്തയോടെ നിർത്തട്ടെ. ഗുഡ് ബൈ.